ഒരു വൈറസ് അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ ആ വൈറസ് എൻറ്റയർ ഫയലിനെ നശിപ്പിച്ച് കളയും. ഞാൻ ആക്ച്വലി ആ ഐ ടിക്കാരനോട് ഞാനതൊരു സൊല്യൂഷൻ ഞാൻ കൊടുത്ത സൊല്യൂഷൻ അറിയാം. ഞാൻ കൊടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അവർക്ക് വേണ്ട ഒരു സൊല്യൂഷൻ ആയിരുന്നു. ഫസ്റ്റ് കൊടുത്ത സൊല്യൂഷൻ നിങ്ങൾ ഫയർ വാൾ വെക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഫയർ വാൾ എന്തിനാണ് റൗട്ടർ വരെ. ഫയർ വാളും റൗട്ടറും രണ്ടാണെന്ന് അറിയില്ല. ഫയർ വാൾ നമ്മുടെ വരുന്ന ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മൾ പറഞ്ഞു 90% നമ്മൾ സെക്യൂർ ചെയ്താലും അറ്റാക്ക് ചെയ്യും, മനസ്സിലുണ്ടോ? എന്നാൽ ഈ 90% സെക്യൂർ ചെയ്യണില്ല, ഒരു 20% ഫയർ വാളാണ് ടേക്ക് ചെയ്യുക. എന്ത് ടേക്ക് ചെയ്യണം? ഓൾമോസ്റ്റ് അറ്റാക്സിന് ഫയർ വാൾ ബ്രേക്ക് ചെയ്യും. ആ ഫയർ വാൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ ബെനിഫിറ്റ്സ് ആണ് ഫയർ വാൾ. സെക്കൻഡ് ലെയർ ഞാൻ കൊടുത്ത ഓപ്ഷൻ എന്താണ്? അവരുടെ സെർവറിൽ ഷറഫ് പറഞ്ഞ പോലെ റിഡൻഡൻസി. എന്തിനാണ് റിഡൻഡൻസി കൊടുത്തത്? ഇൻ കേസ് ഒരു ഹാർഡ് ഡ്രൈവ് ഫെയിലിയർ ആയാലും ദ ഓപ്പറേഷൻ വിൽ നോട്ട് ഗെറ്റ് ഹാം. ആ ഓപ്പറേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് റിഡൻഡൻസി കൊടുത്തത്. പവർ സപ്ലൈ റിഡൻഡൻസി എന്താ കൊടുത്തത്? പവർ സപ്ലൈ ഫെയിലിയർ ആവാം. അപ്പോൾ ഐ ടിക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സെർവർ സെറ്റപ്പാണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്താ കൊടുത്തത്? ഒരു ബാക്കപ്പ് സിസ്റ്റം കൊടുത്തു. എന്തിനാണ്? ഓൾറെഡി ഡാറ്റ അവിടെ ഇല്ലേ, പിന്നെ എന്തിനൊരു ബാക്കപ്പ്? യെസ്, അതിൻ്റെ ആവശ്യകത എന്താ? ഒരു വൈറസ് അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ ആ വൈറസ് എൻറ്റയർ ഫയലിനെ നശിപ്പിച്ച് കളയും. വൈറസ് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? കോമൺ ഫയലുകൾ അറ്റാക്ക് ചെയ്യുന്നത്, ലൈക്ക് PDF, ലൈക്ക് വേർഡ്, എക്സൽ, ഈ കോമൺ ഫയലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഡിസാസ്റ്റർ റിക്കവറി ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺ സൈറ്റിൽ തന്നെ ഒരു ബാക്കപ്പ് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ബാക്കപ്പ് എടുത്തിട്ട് അതിനെ എൻസ്ക്രിപ്റ്റ് ചെയ്യണം. നോർമൽ ബാക്കപ്പ് എടുത്താൽ പ്രശ്നം എന്താ? നോർമൽ ബാക്കപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ബാക്കപ്പിനെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഈ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ ബാക്കപ്പ് എടുക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ സ്റ്റോറേജ് ഒരു വേറെ സ്റ്റോറേജിലേക്കാണ്, ഈ സെയിം സെർവറിലാണ്, സെയിം നെറ്റ്വർക്കിലാണ്, ഡിഫറെൻറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ബാക്കപ്പ് എടുത്തു, വൈറസ് ഇല്ല. ഇന്ന് രാത്രി നമുക്ക് വൈറസ് അടിച്ചു, ആ വൈറസിനും കൂടി ബാക്കപ്പ് എടുത്തു. അപ്പോൾ ആ വൈറസിന്റെ കണ്ടന്റ് അതിൽ കയറി അത് എൻക്രിപ്റ്റഡ് അല്ല, അല്ലെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റഡ് ഫയൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിലവിലുള്ള ബാക്കപ്പിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഡിഫറൻഷ്യൽ ബാക്കപ്പിനേക്കാളും റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി ബാക്കപ്പ് എടുക്കുന്നു. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ പീരീഡ് ഫിക്സ് ചെയ്യുന്നു. ലൈക്ക് 10 days 15 days കഴിഞ്ഞാൽ ആദ്യം മുതൽ അത് റീറേറ്റ് ചെയ്യും. റിട്ടൻഷൻ പീരീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 days നമുക്കത്. ഇതിൻ്റെ എൻക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻക്രിപ്റ്റ് ലൈക്ക് സാൻഡ് ബോക്സ് ടെക്നോളജിയാണ്. അതായത് ഡാറ്റ ഒരു ബോക്സിലാക്കി അടക്കുകയാണ്. ഈ ബോക്സിന്റെ പുറത്ത് നിന്നിട്ട് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണ്. അതായത് വൈറസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫയലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ വൈറസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയലിന്റെ എക്സ്റ്റൻഷനെ നോക്കിയിട്ടാണ് അത് വരുന്നത്. എക്സ്റ്റൻഷൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതായത് സ്റ്റോറേജ് മാനുഫാക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എൻക്രിപ്ഷൻ, അതെല്ലാവർക്കും മനസ്സിലാവില്ല. ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ആ സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് തരത്തിലുള്ള വൈറസ് അറ്റാക്സും വരില്ല.